കുവൈറ്റിലെ തീപിടുത്തവും മലയാളികളുടെ മരണവും കേരളത്തിന്റെ മനസ്സിൽ നെരിപ്പോടായിരിക്കുകയാണ്. തീപിടുത്തത്തിൽ പരിക്കേറ്റ മലയാളികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനും ദുരന്തത്തിൽ നടുങ്ങിപ്പോയ പ്രവാസികളോട് ആശ്വാസവാക്ക് പറയാനും അവിടെ ആരുണ്ട്? അതുകൊണ്ടുകൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊടുന്നനെ എയർപോർട്ടിലേക്ക് പാഞ്ഞത്, കുവൈറ്റിലേക്ക് പോകാൻ. പക്ഷേ അവിടെ കേന്ദ്ര സർക്കാർ തനി ചിറ്റമ്മ നയം പുറത്തെടുത്തു. കുവൈറ്റിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് വേണം, കേരള സർക്കാരിന് പോകരുത്. അതുകൊണ്ടാണ് കാരണം വ്യക്തമാക്കാതെ വീണ ജോർജിന്റെ കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത്. അവസാന നിമിഷത്തിലാണ് വീണയ്ക്ക് യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നത്. കേന്ദ്ര അനുമതിക്കായി ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്ന കാര്യം കേന്ദ്രം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായാണ് മന്ത്രി പോകാനിരുന്നത്. രാത്രി 9:40 പുറപ്പെടുന്ന വിമാനത്തിൽ കയറാൻ വീണ ജോർജ് 9:30 വരെയും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ച് അപേക്ഷിച്ചിട്ടും കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാതെ വന്നതോടെ അവസാന നിമിഷം യാത്ര റദ്ദാക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും തെറ്റാണെന്നുമാണ് വീണ ജോർജ് പറയുന്നത്. കേരളത്തോട് ഇത് വേണ്ടായിരുന്നു കേന്ദ്രമേ. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കുവൈറ്റിലുണ്ടായാൽ അതിന് ചില ഗുണങ്ങളുണ്ട്. നമ്മുടെ ആളുകളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും പറ്റുമായിരുന്നു. വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ലെന്നാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ന്യായീകരണം. വീണ ജോർജിന് യാത്രാ അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ നടപടി ദൗർഭാഗ്യകരമാണെന്നും യോജിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലുണ്ടായിരുന്നു. പരിക്കേറ്റ ഇന്ത്യക്കാരുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏകോപിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഇവിടം ഭരിക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്.